കൊട്ടാരക്കരയിലും സമീപ പ്രദേശങ്ങളിലുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരവധി സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ കൊട്ടാരക്കര പോലീസിന് കിട്ടുകയുണ്ടായി. കൊട്ടാരക്കരയിൽ നടത്തിയിരുന്ന 7 സ്റ്റാർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം നിരവധി പേരെ കബളിപ്പിച്ച് ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ നിന്നും പാവപ്പെട്ട ആളുകളിൽ നിന്നും ഒരുപാട് പണം അവർ വാങ്ങിച്ചതായിട്ടുള്ള നിരവധി പരാതികൾ കൊട്ടാരക്കര പോലീസിന് കിട്ടിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കൊട്ടാരക്കര ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ജയകൃഷ്ണൻ സാറ് ഒരു ക്രൈം ടീമിനെ രൂപീകരിക്കുകയും ഈ ഒരു പരാതിയിന്മേലുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു ക്രൈം ടീമിനെ രൂപീകരിച്ച് അന്വേഷണം ഇതുമായിട്ട് നടത്തി ഈ ഒരു പരാതിയിന്മേൽ നമ്മളൊരു ക്രൈം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിയ സമയത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് 7 സ്റ്റാർ അസോസിയേറ്റ്സ് നടത്തിയിരുന്ന 2 പേർ ഗോപകുമാറും അതുപോലെ ഗിരീഷ് കുമാറും, ഇവർ രണ്ടുപേരുമാണ് ഈ 7 സ്റ്റാർ അസോസിയേറ്റ്സിൻ്റെ പിന്നിൽ ഉള്ള ലൈസൻസി ഹോൾഡേഴ്സ് എന്ന് പറയുന്നവർ. അവരോടൊപ്പം ഈ സ്ഥാപനത്തിന് വേണ്ടി ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു രാജീവ്, ബിബിൻ, ഇവരാണ് ഈ 7 സ്റ്റാർ അസോസിയേറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാർ. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. ആ സ്ഥാപനത്തിൽ ഒരു പരസ്യം നൽകി ലോണുകൾ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലോണുകൾ തരപ്പെടുത്തി തരാൻ സമീപിക്കുക എന്നൊരു പരസ്യം കണ്ടു. ഈ പരസ്യം കണ്ട് സിബിൽ സ്കോർ ഇല്ലാത്തവർ അല്ലെങ്കിൽ സിബിൽ സ്കോർ ഉള്ളവർ അതെല്ലാം ഇവരെ ബന്ധപ്പെടുകയുണ്ടായി. അങ്ങനെ ഇവർ കുറച്ച് പേര് ചേർന്ന് ആളുകളിൽ നിന്നും ഒരു ഡോക്യുമെൻറ്റേഷൻ ഫീസ് അല്ലെങ്കിൽ ലീഗൽ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചധികം പൈസ വാങ്ങിക്കുന്നു. നിങ്ങൾക്ക് ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ആധാറിൻ്റെ പ്രൂഫുകൾ അല്ലെങ്കിൽ വാടക ചീട്ടുകൾ, റേഷൻ കാർഡിൻ്റെ കോപ്പികളെല്ലാം വാങ്ങിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ടോക്കൺ അഡ്വാൻസ് ഇപ്പം നമ്മുടെ പരാതി കിട്ടി പരിശോധിച്ചപ്പോൾ ഒരു 10,000 മുതൽ 65,000 രൂപ വരെയുള്ള പല തുകകളിലായിട്ട് പലരുടെ കയ്യിൽ നിന്നും ഒരു ടോക്കൺ ഫീസായിട്ട് ഇവർ വാങ്ങിക്കുന്നു. എന്നിട്ട് ഇവർ ആ പൈസ വാങ്ങിച്ചിട്ട് ഈ ആളുകൾ ലോൺ എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇവർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും പിന്നീട് ആ കസ്റ്റമേഴ്സിൻ്റെ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവരെല്ലാം കടന്നു കളയാണ് സാധിക്കുന്നത്. ഇവരുടെ ആരുടെയും ഫോട്ടോഗ്രാഫുകളോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും കിട്ടിയിരുന്നില്ല. കൊട്ടാരക്കരയിലെ സ്ഥാപനം ഇവർ പൂട്ടുകയും ചെയ്തു. ഇവരുടെ മറ്റൊരു സ്ഥാപനം ഇവർ കലയപുരത്ത് തുടങ്ങി എന്നുള്ള വിവരം പോലീസിന് കിട്ടിയതിനെ തുടർന്ന് ഞങ്ങൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും അതിൽ ഫീൽഡ് വർക്കറായി എത്തിയിരുന്ന രാജീവ് എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾ തന്ത്രപരമായി കസ്റ്റഡിയിലെടുക്കുകയും ആണ് ചെയ്തത്. രാജീവിനോട് കൂടുതൽ ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഒരു ഗോപകുമാറും ഒരു ഗിരീഷ് കുമാറുമാണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് പോലീസ് സംഘം ഇന്നലെ തന്നെ ഈ രാജീവിനെ രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. ആ രാജീവിനെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്ത് വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഞങ്ങളുടെ ഒരു ക്രൈം ടീം, ഞാനും SI ലോ ആൻഡ് ഓർഡർ അഭിലേഷ് സാറും ഞാനും CPOമാരായ ശ്യാം കൃഷ്ണനും മനു കൃഷ്ണനും കൂടെ ചേർന്ന് ഞങ്ങൾ തിരുവല്ലയിൽ ചെന്നുകയും നമ്മളവിടെ കുറേ അന്വേഷിച്ചതിൻ്റെ ഫലമായിട്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, നമ്പർ 1 ഒന്നാം അക്യൂസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസ് ഹോൾഡർ എന്നറിയപ്പെടുന്ന തിരുവല്ല സ്വദേശി, ഇപ്പോൾ പുലിയൂരാണ് താമസിക്കുന്ന ഒരു ഗോപകുമാറാണ്. ഈ ഗോപകുമാറിനെയാണ് ഞങ്ങൾ തിരുവല്ലയിൽ വെച്ച് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഗോപകുമാറിനെ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്തപ്പോഴാണ് ഗോപകുമാറിൻ്റെ മറ്റൊരു പാർട്ട്ണർ ഗിരീഷ് കുമാറാണ്, അയാളെ കാർത്തിക് എന്നാണ് വിളിക്കുന്നത്. ഈ കാർത്തികിനെ ഞങ്ങൾ ചെറിയനാടായിരുന്നു വീട്, ചെറിയനാട് പോയി അവിടെ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നതും. അപ്പോൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ മനസ്സിലാക്കിയത് ഇവർ 5 വർഷം മുമ്പ് ഒരു M3G അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങി ഇതുപോലുള്ള തട്ടിപ്പ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ തട്ടിപ്പ് മനസ്സിലാക്കിയ ചില കസ്റ്റമേഴ്സ് പരാതിയുമായിട്ട് വന്നപ്പോഴാണ് ഇവർ ഈ M3G അസോസിയേറ്റ്സിൻ്റെ പേര് മാറ്റിയിട്ട് 7 സ്റ്റാർ അസോസിയേറ്റ്സ് എന്ന പുതിയൊരു സ്ഥാപനവും സെയിം മോഡസ് ഓപ്പറാൻഡിയുമായിട്ട് വെച്ച് കൊട്ടാരക്കരയിലും തൃപ്പൂണിത്തുറയിലുമൊക്കെ ആയിട്ട് ചോദിച്ചത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പേര് പരാതിയുമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ്. ഇതിൽ ഈ ഗോപകുമാറിന് നേരത്തെ കേരളത്തിലെ വിവാദ കൊള്ളക്കം സൃഷ്ടിച്ച സുകുമാര കുറുപ്പിൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് ഈ ഗോപകുമാർ എന്ന് പറയുന്ന 1-ാം പ്രതി. ഇവരെ 3 പേരെയും നമ്മൾ 4 പേരെയുണ്ട്. 4-മനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്.
അങ്ങനെ ഇവർ 3 പേരാണ് നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇതിലെ ഉടമസ്ഥരാണ് ഈ ഗോപകുമാറും അതുപോലെ ഈ ഗിരീഷ് കുമാറും. ഇവരെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി തുടങ്ങിയൊക്കെയാണ്. പിന്നെ മറ്റൊരു പോലീസിന് ഇതിലൂടെ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാനുള്ളത്, ഒരുപാട് തട്ടിപ്പ് സംഘങ്ങൾ സമൂഹത്തിൽ കറങ്ങിയടിച്ച് നടക്കുന്നുണ്ട്. അവരുടെ ഒന്നും വലയിൽ വീഴാൻ പാടില്ല. അവരൊരുപാട് പല രീതിയിലുള്ള തന്ത്രങ്ങൾ അവർ ജനങ്ങളിലേക്ക്, പാവപ്പെട്ട ആളുകളിലേക്ക് പയറ്റുന്നുണ്ട്. അപ്പം അതിലൊന്നും വീഴാതെ കരുതലോടെ നിങ്ങൾ പ്രതികരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കേരള പോലീസിനെ സമീപിക്കുക. ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് പറയുക. അങ്ങനെ സംശയം തോന്നിയവരിലാണ് ഇതുപോലുള്ളൊരു ഒരു സാമ്പത്തിക റാക്കറ്റിനെ തന്നെ കൊട്ടാരക്കര പോലീസിന് കസ്റ്റഡിയിലെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചത്.